ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. നമുക്കിന്നൊരു സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ? ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. അപ്പൊ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് തക്കാളിയാണ്. അപ്പൊ ഞാനിവിടെ 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അപ്പൊ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി കടുക് വറുത്തത് എന്നാണ് ഞങ്ങൾ മലപ്പുറത്ത് ഇതിന് പറയുക. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ കടുകൊക്കെ കൂടുതൽ ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പൊ ഞാനിവിടെ 5 വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താൽ മതി. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഈ തക്കാളിക്കറിക്ക്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി വാട്ടിയത് എന്നും പറയട്ടോ അതിന്. ചോറിനൊപ്പം വിളമ്പാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റും ഈ കറി. അപ്പൊ ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തക്കാളി നന്നായി വെന്തുടയണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതുപോലെ കറിയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ചിലർക്ക് ഗ്രേവി വേണമെന്നുണ്ടാവില്ല. അപ്പൊ കണ്ടോ, തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയാകും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ തക്കാളി കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള കറികളുടെ റെസിപ്പിയൊക്കെ ഇടണമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും അടിക്കാം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്